നമസ്കാരം, എഫ് പി എക്സ്ട്രായുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സമയം നാളെ വെളുപ്പിന് 1:30 ക്യാമ്പ് നോയിൽ റെമോൺടാഡയ്ക്ക് വേണ്ടി ബാർസലോണ ഒരുങ്ങുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിന് അഗെയിൻസ്റ്റ് 4-0 ഡെഫിസിറ്റ് മറികടക്കാനായിട്ട് ഹാൻസി ഫ്ലിക്കിൻ്റെ പിള്ളേർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു മത്സരത്തിലോട് വരുമ്പോഴേക്കും ക്ലിയർലി ഓൺ പേപ്പർ അത്ലറ്റിക്കോ മാഡ്രിഡ് ഗോസ് ത്രൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ജയിച്ചാലും 4 ഗോൾ മാർജിനിൽ ജയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അല്ലെ 5 ഗോൾ മാർജിൻ ജയിക്കണം, അല്ലെങ്കിൽ 4 ഗോൾ മാർജിനിൽ ജയിച്ചാൽ നമുക്ക് ഷൂട്ടൗട്ടിലോട്ട് കൊണ്ടുപോകാം. ജയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബാർസലോണയ്ക്ക് ധാരാളം കൺഫ്യൂഷൻസ് ഉണ്ട്. ഒന്ന് ലൈനപ്പിൻ്റെ കാര്യത്തിലൂടെ വരുമ്പോഴാണ്. എറിക് ഗാർഷ്യ സസ്പെൻഡഡ് ആണ്, ലെവൻഡോസ്കി അവൈലബിൾ അല്ല. സോ 2 വാർത്തകൾ കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ അറോഹോ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഫോർ മീ ജെറാർഡ് മാർട്ടിൻ ഷുഡ് സ്റ്റാർട്ട്. ആൻഡ് സ്ട്രൈക്കറായിട്ട് ആര് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. കാരണം ഫെറാൻ ടോറസിൻ്റെ ഫോം റിയലി വറിയിങ് ആണ്. സോ ഡാനി ഓൾമോനെ ഫോൾസ് നയനായിട്ട് ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പുറത്ത് അത്ലറ്റിക്കോയുടെ ടീമിലോട്ട് വരുമ്പോഴേക്കും കാര്യമായിട്ടുള്ള ഇഞ്ചറി വറീസ് ഒന്നുമില്ല. പാബ്ലോ ബാരിയോസ് മാത്രമാണ് ഇഞ്ചറി കാരണം ഔട്ടായിട്ടുള്ളത്. അത് ഓൾറെഡി കുറച്ച് നാളായിട്ട് ഔട്ടാണ്. ആൻഡ് ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും ആ ഒരു 5-4-1 ഷേപ്പിലായിരിക്കും ഇറങ്ങാനായിട്ട് പോവുക എന്നുള്ള രീതിയിലും റിപ്പോർട്ടുകൾ വളരെ സ്ട്രോങ് ആണ്. സോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുള്ളൊരു ഒപ്പീനിയൻ വരെ? അത്ലറ്റിക്കോ 5-4-1 പോകുമോ, അതോ 4-2? അവർക്ക് 4-2-3-1, 4-4-2, അല്ല നമ്മൾ ഈ 4-2-3-1 കളിക്കുന്ന പോലെ അങ്ങനെ ഒരു സിസ്റ്റം അല്ല. അവർ 5 at the back, 3 at the back, 4-4-2, 4-2-3-1, 4-5-1, 5-3-2, അങ്ങനെ പല സിസ്റ്റംസ് യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 5-4-1 പോകുന്നതാണ് തോന്നുന്നത്. അത് അത്ലറ്റിക്കോ കഴിഞ്ഞ മാച്ചിൽ അവരുടെ മെയിൻ പ്ലേയേഴ്സിന് എല്ലാം റെസ്റ്റ് കൊടുത്തിരുന്നു. അവരുടെ സെൻറ്റർ ബാക്ക് ഡ്യൂയോ ലാസ്റ്റ് മാച്ചിൽ ഇപ്പം 1-0 റയൽ ഒവേഡോ മാച്ച് ജയിച്ചിരുന്നു. അതിൽ ഗിമിനസിനെയാണ് പുള്ളി സ്റ്റാർട്ട് ചെയ്തത് അലോങ് വിത്ത് റോബിൻ ലീ നോർമാൻ. ഹാങ്കോയ്ക്ക് റെസ്റ്റ് കൊടുത്തിരുന്നു, പ്യൂബിലിന് റെസ്റ്റ് കൊടുത്തിരുന്നു. പുള്ളി ലൊറൻറ്റേനെ അല്ല സ്റ്റാർട്ട് ചെയ്തത്, മൊളീനയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഡിയാസ് എന്ന് പറയുന്ന അവരുടെ ഒരു യങ്സ്റ്ററിനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. റുഗേറിക്ക് ഫുൾ റെസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ലുക്മാന് 45 മിനിറ്റ്സ് റെസ്റ്റ് കിട്ടി, അൽവാറസിന് 45 മിനിറ്റ്സ് റെസ്റ്റ് കിട്ടി. സിമിയോണിയും കൊക്കയും അതുപോലെ തന്നെ ഗ്രീസ്മാനും ഒക്കെ ബെഞ്ചിൽ നിന്ന് 20-30 മിനിറ്റേ കളിച്ചിട്ടുള്ളൂ ഇന്നലത്തെ കഴിഞ്ഞ മാച്ചിൽ. സോ അവർക്ക് അത്യാവശ്യം റൊട്ടേറ്റഡ് സ്ക്വാഡുമായിട്ടാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അത്ലറ്റിക്കോ വരുന്നത്. സോ അവർ 5-4-1 ഷേപ്പിലോട്ട് മാറുവാണെങ്കിൽ ആരായിരിക്കും അവരുടെ ലൈനപ്പിൽ വരിക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ബാക്ക് 3യിൽ ലൊറൻറ്റേനെ പിടിച്ച് ബാക്ക് 3 പുള്ളി സ്റ്റാർട്ട് ചെയ്യുമോ, അതോ ഗിമിനസിനെ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണുള്ളത്. സോ എനിക്ക് തോന്നുന്നത് ബാക്ക് 5 വെച്ച് പോവുകയാണ്. ബാക്ക് 3 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഐ തിങ്ക് പ്യൂബിൽ റൈറ്റ് സൈഡഡ് CB, ലെഫ്റ്റ് സൈഡഡ് CB ഹാങ്കോ, സെൻട്രലിൽ ഗിമിനസ് ആയിരിക്കും എന്നൊരു ഫീലാണ് എനിക്കുള്ളത്. ലൊറൻറ്റെ അറ്റ് റൈറ്റ് വിങ് ബാക്ക് റോളിലും റുഗേറി ലെഫ്റ്റ് വിങ് ബാക്ക് റോളിലും ആയിരിക്കും തോന്നുന്നു. സോ മിഡ്ഫീൽഡ് 4 വരുമ്പോഴേക്കും കൺഫ്യൂഷൻ ഉണ്ട്. ലുക്മാൻ, ജൂലിയാനോ സിമിയോണി 2 വൈഡിലുള്ള മിഡ്ഫീൽഡേഴ്സും. സെൻട്രലി എനിക്ക് തോന്നുന്നു കൊക്കയും അലക്സ് ബെയ്നെ, അല്ലെങ്കിൽ കൊക്ക ഓർ കർഡോസോ, ഇതിലാരായിരിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് അങ്ങനെ വരുമ്പോൾ ഉള്ളത്. സെൻട്രൽ ഫോർവേഡ് റോളിലോട്ട് വരുമ്പോൾ അൽവാറസ് ആയിരിക്കോ സൊർലോത്ത് ആയിരിക്കും. ഐ തിങ്ക് അൽവാറസ് ആയിരിക്കും ഈ 5-4-1 ആണെങ്കിൽ. അല്ലെങ്കിൽ മേ ബി പുള്ളിക്ക് അൽവാറസിനെ പിടിച്ച് വൺ ഓഫ് ദ മിഡ്ഫീൽഡേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ലൊറൻറ്റേനെ ബാക്ക് 3യിലിടാം. എന്നിട്ട് വിങ് വൈഡ് റോളിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ പിടിച്ച് ഇവനെ സൊർലോത്തിനെ സെൻട്രൽ ഫോർവേഡായിട്ടും കളിപ്പിക്കാനായിട്ട് പറ്റും. സൊർലോത്ത് അത്യാവശ്യം നല്ല ഫോമിലാണ് ഇപ്പോൾ റീസെൻറ്റ് മാച്ചുകൾ വെച്ച് നോക്കുമ്പോഴേക്കും. സോ എനിക്ക് തോന്നുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് പക്ക ഡിഫെൻസീവ് അപ്രോച്ച് എടുത്ത് ലോ ബ്ലോക്ക് ഇടുന്ന ഒരു സിനാരിയോ, പക്ക ഹറാംബോൾ എന്നൊക്കെ പറഞ്ഞ് വരുവാണെങ്കിൽ മേ ബി അത് നമുക്ക് യൂസ്ഫുൾ ആവാം. നമുക്കത് യൂസ്ഫുൾ ആവുന്ന സിനാരിയോസ് വരും. കാരണം അത്ലറ്റിക്കോ ലാസ്റ്റ് ക്ലബ് ബ്രൂവിന് അഗേൻസ്റ്റുള്ള 2 ലെഗിലും അതർ ബെസ്റ്റ് അല്ലായിരുന്നു. പക്ഷേ അവരുടെ അറ്റാക്കിങ് അപ്രോച്ചാണ് അവരെ ആ 2 ലെഗിൽ ഈസിലി കടത്തിയെന്ന് ഞാൻ പറയും. സോ അവർക്ക് അന്യ ക്വാളിറ്റി ഉണ്ട് ഗോയിങ് ഫോർവേഡ്. സോ ബാർസയ്ക്ക് അഗെയിൻസ്റ്റ് അഗ്രസീവ്ലി കഴിഞ്ഞ മാച്ച് ഫസ്റ്റ് ഹാഫ് കളിച്ച പോലെ കളിക്കുമെന്നല്ല എനിക്ക് തോന്നുന്നത്. സെക്കൻഡ് ഹാഫിലൊക്കെ കളിച്ച പോലെ അത്യാവശ്യം ഡിഫെൻസീവ്ലി സ്ട്രക്ചർഡായി നിന്നിട്ട് അവസരങ്ങൾ കിട്ടുമ്പോൾ അവർ കൗണ്ടർ അറ്റാക്സ് സ്റ്റാർട്ട് ചെയ്യും. അല്ല ചുമ്മാ ക്ലിയർ ചെയ്ത് എല്ലാവരും ഡിഫെൻസീവ് അപ്രോച്ച് ഇടുന്ന പരിപാടി ആയിരിക്കത്തില്ല. അവർ അറ്റാക്കിങ്ങിൻ്റെ നമ്പേഴ്സ് ട്രാൻസിഷൻസിൽ കമ്മിറ്റ് ചെയ്യും. കാരണം അത്ലറ്റിക്കോയ്ക്ക് അറിയാം, അത്ലറ്റിക്കോ 1 ഗോൾ അടിച്ചാൽ ഫസ്റ്റ് ഹാഫിൽ വെച്ചാൽ അത്ലറ്റിക്കോ 1 ഗോൾ അടിക്കുന്ന ഒരു സിനാരിയോ, ആദ്യം അവരാണ് ഗോൾ അടിക്കുന്ന ഒരു സിനാരിയോ ആണെങ്കിൽ പിന്നെ കളി കംപ്ലീറ്റ്ലി ബാർസലോണ ചെയ്യുന്നു. 5 ഗോൾ അടിക്കേണ്ട ഒരു സിനാരിയോ വരും, പിന്നെ മെൻ്റലി ഡൗൺ പോകും. സോ അത്ലറ്റിക്കോ നോസ് സ്കോറിങ് ഓപ്പർച്യൂണിറ്റീസ് ക്യാപിറ്റലൈസ് ചെയ്യണമെന്നും അവർക്കറിയാം. ഓക്കെ, അവർ ഡിഫെൻസീവ്ലി കൂടുതൽ അവെയറും ആയിരിക്കും. സോ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് അതാണ് തലവേദനയാവാനായിട്ടുള്ളത്. സൊർലോത്തെ, സിമിയോണി, അൽവാറസ് റീസെൻ്റ്ലി വീണ്ടും ഫോമിലാവുന്ന ലക്ഷങ്ങളാണ് കാണുന്നത്. ലാസ്റ്റ് മാച്ച് വിന്നർ അടിച്ച അൽവാറസാണ്. ഗ്രീസ്മാൻ അത്യാവശ്യം നല്ല ഫോമിലാണ്. റുഗേറി അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അവർ സെൻറ്റർ ബാക്സ് എല്ലാം ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ബോൾ പ്ലേയിങ് അബിലിറ്റിയുള്ള പ്ലേയേഴ്സാണ്. സോ അവർക്ക് മേ ബി 1 or 2 സീക്വൻസിൽ ഒരു ട്രാൻസിഷനിൽ ബാർസ കില്ല് ചെയ്യാം, കംപ്ലീറ്റ്ലി കളി കയ്യിൽ നിന്ന് കിടക്കാം. സോ നമ്മുടെ ജോൺ ഗാർഷ്യയുടെ ഇന്നൊരു 1-1.5 പ്രകടനമാകണമെന്ന് എനിക്ക് ഉറപ്പാണ്. അന്യ സൂപ്പർമാൻ സേവുകൾ വരണം. കൂടാതെ കുറച്ച് ലക്ക് നമുക്ക് വേണം. അത്ലറ്റിക്കോയുടെ ചില ദിവസങ്ങൾ വരുമല്ലോ, അവർ സിറ്റർ സാരങ്ങൾ മിസ് ചെയ്യുന്ന ചില ദിവസങ്ങൾ എന്നൊക്കെ പറയുമല്ലോ, അതുപോലത്തെ ഒരു ദിവസമായിരിക്കണം. കാരണം നമ്മളെ 4-0 തോപ്പിച്ചിട്ട് തൊട്ടടുത്ത മാച്ച് അവർ റയോ അയക്കാനായിട്ട് 3-0 എവേ പോയി തോറ്റതാണ്.
പക്ഷേ അത് ഓർക്കണം, അവർ കംപ്ലീറ്റ്ലി റൊട്ടേറ്റ് ചെയ്ത് ഇറക്കിയ ഒരു സ്ക്വാഡോടായിരുന്നു. അതിനുശേഷം ഒബ്ലാക്ക് വന്നിട്ട് ലീഗിൽ ഞങ്ങൾ ഒട്ടും ഫോക്കസ് ചെയ്യാത്ത രീതിയിലാണ് കോച്ച് സെറ്റപ്പ് ചെയ്യുന്നതെന്ന് പബ്ലിക്കലി പറഞ്ഞ ഒരു മാച്ചും കൂടാണ്. സോ അവർ എനിക്ക് പ്രിട്ടി ഷുവറാണ് ചാൻസുകൾ അവർ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ അത് ബാർസ എങ്ങനെ ലൈനപ്പ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ബിഗ്ഗസ്റ്റ് തലവേദന. കാരണം ബാർസലോണയുടെ കാര്യത്തിലൂടെ വരുമ്പോഴേക്കും എനിക്ക് പേഴ്സണലി വുഡ് ലവ് ടു സീ ക്യാൻസലോ സ്റ്റാർട്ടിങ് ദിസ് മാച്ച്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാം? ലെഫ്റ്റ് ബാക്ക് റോളിൽ ക്യാൻസലോ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇപ്പം പലരും ചോദിക്കുന്നത്. മേ ബി ബാളിൻ്റെ ലാസ്റ്റ് ഇപ്പോൾ ക്യാൻസലോനെ ഓവർലി കുക്ക് ചെയ്യുവാണ്, ക്യാൻസലോ സ്ട്രഗിൾ ചെയ്യുന്നൊരു സിനാരിയാണ്. ഓക്കെ, വി ക്യാൻ ബിങ് ഓൺ ബാളിൻ്റെ. ബട്ട് ക്യാൻസലോനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യമാണ്, ഡിഫെൻസീവ്ലി ആ സൈഡ് ഓപ്പൺ ആവും. മിക്കവാറും യുവിലിയാനോ സിമിയോണോ ലോറൻഡേ ആയിരിക്കും റൈറ്റ് ഹാൻഡ് സൈഡിൽ കളിക്കുക. അവിടെ ഇഷ്യൂ ആണെന്ന് തോന്നുവാണെങ്കിൽ മേ ബി അൽവാറസിന് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക, അവിടെ ലിങ്കപ്പ് വരാം. സോ അവിടെ നമുക്ക് എക്സ്പോസ്ഡ് ആവാനായിട്ട് സാധ്യതയുണ്ട്. ക്യാൻസലോടെ ഡിഫെൻസീവ് വർക്ക് ലോഡ് എക്സ്പോസ്ഡ് ആവും. സോ അവിടെയാണ് നമ്മൾ ഒഫെൻസീവ്ലി ഗെയിം ഡോമിനേറ്റ് ചെയ്യുന്നൊരു സിനാരിയോ ആണെങ്കിൽ, ബോൾ കൂടുതൽ കീപ്പ് ചെയ്യുന്നൊരു സിനാരിയോ ആണെങ്കിൽ മേ ബി ക്യാൻസലോ അധികം എക്സ്പോസ്ഡ് ആവത്തില്ലായിരിക്കും. സോ ക്യാൻസലോയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഫൈനൽ തേർഡിലുള്ള ആളുടെ ഡെലിവറീസാണ്. സോ അതിനാൽ തന്നെ ക്യാൻസലോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരിക്കും ഈ മാച്ചിൽ ഒരു ബെറ്റർ ഓപ്ഷൻ എന്നാണ് ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം. ആ റിസ്ക് നമുക്ക് എടുക്കാം. ഓൾറെഡി ഈ മാച്ച് വളരെ മൈന്യൂട്ട് ചാൻസേ ഉള്ളൂ. സോ ബാളിനേക്കാളും മേ ബി ഫസ്റ്റ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ക്യാൻസലോ ആയിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. റൈറ്റ് ബാക്ക് വിൽ ബി കുണ്ടയുടെ റീസൺ ഫോം അടിപൊളി തന്നെയാണ്. സെൻറ്റർ ബാക്സ് പേഴ്സണലി ഫോർ മീ കുബാർസി ആൻഡ് ജെറാഡ് മാർട്ടിനാണ്. കുറേ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അറോഹോ ആൻഡ് കുബാർസി ആയേക്കാന്ന്. ബട്ട് ഐ വുഡ് ജെറാഡ് മാർട്ടിൻ്റെ ഓൺ ദ ബോൾ അബിലിറ്റീസൊക്കെ റിയലി യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു മാച്ചായിരിക്കും ഇത്. കൂടാതെ മിഡ്ഫീൽഡിലോട്ട് വരുമ്പോഴേക്കും ഐ എം പ്രിട്ടി ഷുവർ ബെർണാൽ, പെഡ്രി ആൻഡ് ഫെർമിൻ ലോപ്പസ്, ഇതാണ് എൻ്റെ മിഡ്ഫീൽഡ് 3. എനിക്ക് പലരും ഡാനി ഓൾമോ, പെഡ്രി, ഫെറാൻ ടോറസ് ആയിരിക്കും, ഫെർമിൻ ലോപ്പസ് ആയിരിക്കും എന്ന് കേൾക്കുന്നുണ്ട്. ബട്ട് അത് റിയലി നമ്മളെ എക്സ്പോസ്ഡ് ആക്കാനായിട്ട് സാധ്യതയുണ്ട്. ഐ ഡോണ്ട് തിങ്ക് സോ ഫ്ലിക്ക് ആ ഒരു മണ്ടത്തരം കാണിക്കുമെന്ന്. ഐ തിങ്ക് ബെർണാൽ വിൽ സ്റ്റാർട്ട്. ഒരു ഡൗട്ടും ഇല്ല, പെഡ്രീനെ സ്റ്റാർട്ട് ചെയ്യും. പെഡ്രി നമുക്കറിയാം ഇഞ്ചറി കഴിഞ്ഞ് വരുവാണ്, എല്ലാണെന്ന് പറഞ്ഞാലും പെഡ്രീനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. നമ്മൾ ചെറിയൊരു റിസ്ക് എടുക്കും. ഫ്രണ്ടിൽ യമാൽ ഓൺ ദ റൈറ്റ്, റഫീന ഓൺ ദ ലെഫ്റ്റ്, സെൻറ്റർ ഫോർവേഡ് ഫെറാൻ ടോറസ്. അതാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. ഡാനി ഓൾമോ അവിടെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ, അപ്പോൾ അവർ ബാക്ക് 3 ആണെങ്കിൽ ഗിമിനസ്, പ്യൂബിലെ, ഹാങ്കോ അവർക്ക് അഗെയിൻസ്റ്റ് ഡാനി ഓൾമോ ആ ഫോൾസ് നയൻ റോൾ കളിക്കുമ്പോഴേക്കും മേ ബി എക്സ്പോസ്ഡ് ആകും. പുള്ളിക്ക് അധികം സ്പേസുകൾ കിട്ടാതിരിക്കാം. മേ ബി ആ ഒരു ഇൻ ബിഹൈൻഡ് റൺസ് നടത്തുന്ന മൊമെൻറ്റ്സിൽ ആ റണ്ണ് വരാതിരിക്കാം. സോ മേ ബി ക്യാൻസലോ വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു റണ്ണ് നടത്തുന്ന ഒരു പ്ലെയർ വേണ്ടി വരാം. സോ ഫെറാൻ ടോറസ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്ക് ആ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, സ്പേസുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടും ബോക്സിലോട്ട് റണ്ണ് നടത്താനായിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ബട്ട് പുള്ളിയുടെ ഫിനിഷിംഗ് അബിലിറ്റിയും ഫസ്റ്റ് ടച്ചുകളും റീസെൻ്റ്ലി വളരെ മോശമാണ്. അതാണ് ട്രബിൾ ചെയ്യുന്നൊരു കാര്യം. പക്ഷേ നമ്മൾ റിസ്ക് എടുത്ത് ഫെറാനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് എനിക്കിപ്പം പേഴ്സണലി ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നൊരു ഒപ്പീനിയൻ പറയാം. ഐ തിങ്ക് യമാൽ, റഫീന ഇവർ രണ്ടുപേരും എഗെയിൻ വേൾഡ് ക്ലാസ് പെർഫോമൻസ് എടുത്തില്ല പണി വാളും എന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്ക് തലവേദന ഉള്ളത് ഫെറാൻ ടോറസ് തന്നെയാണ്. കാരണം ഈ മാച്ചിലെ ബെസ്റ്റ് ചാൻസുകൾ ചെല്ലാൻ പോവുക പ്രോബ്ലി നമ്മുടെ സെൻറ്റർ ഫോർവേഡിൻ്റെ കാലിലോട്ടായിരിക്കും. ഫസ്റ്റ് ലെഗിനെ പോലെ ആയിരിക്കത്തില്ല, കുറച്ചുകൂടെ നമ്മൾ ഈ ഗെയിം ഡോമിനേറ്റ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ കണ്ടാണ് ഇവർക്ക് അഗെയിൻസ്റ്റ് നമ്മൾ 4 അടിച്ചാണ്. പക്ഷേ ആ മാച്ച് 4-4 നമ്മൾ ഓർമ്മ കാണും. നമ്മുടെ ഹോമിൽ അവരും 4 അടിച്ചിരുന്നു. ആൻഡ് സെക്കൻഡ് ലെഗ് നമ്മൾ മെട്രോപൊളിറ്റൻ എവേ എന്ന് 1-0 ജയിച്ചിരുന്നു. പക്ഷേ ഈ സീസണിൽ നമ്മൾ ക്യാമ്പ് നൗവിൽ 3-1 ഇവരെ തോൽപ്പിച്ചാണ് ലീഗ് മാച്ചിൽ ക്യാമ്പ് നൗവിൽ. സോ നമുക്ക് പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. ലാസ്റ്റ് സീസൺ 4-2 നമ്മൾ ജയിച്ചതാണ് ലീഗിൽ മറ്റൊരു മാച്ചിൽ. സോ 4 ഗോളൊക്കെ നമുക്ക് ഇവർക്ക് അടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് കാണും. പക്ഷേ ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് അവരെ കൂടുതൽ അടിക്കേണ്ട ഒരു സിനാരിയോ വരും. ഇപ്പം അവർ ഒരെണ്ണം അടിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് 5 അടിക്കേണ്ട സിറ്റുവേഷൻ വരും. ഈവൻ ഷൂട്ടൗട്ടിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ പോലും അവിടെയാണ് തലവേദന വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ലക്ക് കുറച്ച് വേണം. അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യും. അവർ ഇന്നത്തെ മാച്ച് സിറ്റർ മിസ്സുകൾ നടത്തേണ്ട സിനാരിയോസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ലക്കുണ്ടെന്ന് ഞാൻ പറയും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ PSG റെമോണ്ടാടെ എല്ലാവരും പറയുമായിരിക്കും ആ 6 ഗോൾ നമ്മളടിച്ച് തിരിച്ചു വന്ന ഒരു മാച്ച്. അതുപോലെ വല്ല മിറക്കൾ നടക്കുവാണെങ്കിൽ സന്തോഷം. പക്ഷേ ആ മാച്ചിന് നമുക്ക് ഇപ്പോൾ ഓർമ്മ കാണാം, അന്ന് PSG പ്ലേയേഴ്സ് ഫൈനൽ തേർഡിൽ കുറച്ച് സിറ്റർ മിസ്സുകളൊക്കെ നടത്തിയിരുന്നു. സോ കുറച്ച് ലക്കന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ. ആ ഒരു ലക്ക് ഈ കളിയിലും വേണ്ടി വരും. കൂടാതെ മറ്റൊരു കാര്യം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈവൻ ഒരു 3-1 4-2 ഒക്കെയാണ് നമ്മൾ ജയിക്കുന്നതെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം അത്ലറ്റിക്കോയ്ക്ക് അഗൈൻസ്റ്റ് മിക്കവാറും നമുക്ക് റൗണ്ട് ഓഫ് 8 അത്ലറ്റിക്കോ വരാൻ നല്ല സാധ്യതയുണ്ട്. നമ്മൾ റൗണ്ട് ഓഫ് 8 കടക്കുകയാണെങ്കിൽ. സോ ആ ഒരു മാച്ചിലോട്ടൊക്കെ വരുമ്പോഴേക്കും മെൻ്റലി ഇതൊരു ഹ്യൂജ് ബൂസ്റ്റ് ആയിരിക്കും. കാരണം അത്ലറ്റിക്കോ നമ്മളെ 2 ലെഗിലും ഒരു കോമ്പറ്റീഷനിൽ കപ്പ് കോമ്പറ്റീഷനിൽ ഔട്ടാക്കി എന്ന് പറഞ്ഞാൽ ആ ഒരു മെൻ്റൽ ബ്ലോക്ക് അവിടെ കാണും. സോ അത് എന്തായാലും ഔട്ടാക്കിയാലും ഇല്ലെങ്കിൽ സെക്കൻഡ് ലെഗ് നമ്മൾ ജയിച്ചു, ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ പ്ലേയേഴ്സിലോട്ട് കിട്ടും. മേ ബി അത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു വിൻ ഈ മാച്ചിൽ നന്നായിട്ട് കളിച്ച് ഇവനൊരു 3-1 4-2 വിൻ എടുക്കുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പക്ഷേ അടുത്ത റൗണ്ടിലോട്ട് കടക്കുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി ഹാപ്പി ആയിരിക്കും. ബട്ട് നോക്കാം, നമ്മുടെ പ്ലേയേഴ്സ് എന്തായാലും ഇന്നൊരു 100% കൊടുക്കണം. എനിക്ക് അത്രേ ഇപ്പോൾ പറയുള്ളൂ. 100% കൊടുക്കുക, ഗെയിം ഡോമിനേറ്റ് ചെയ്യുക, ഗോൾ സ്കോർ ചെയ്യുക, ജയിക്കുക. ഡെഫിസിറ്റ് മറികടക്കാൻ സാധിക്കുകയാണെങ്കിൽ ബട്ട് നല്ലപോലെ കളിച്ച് ഡോമിനേറ്റ് ചെയ്ത് ഈ ഗെയിം ജയിച്ച ആ ഒരു കോൺഫിഡൻസ് ലീഗയിലും അതുപോലെ തന്നെ
ചാമ്പ്യൻസ് ലീഗിലും നേടാനായിട്ട് ശ്രമിക്കുക. അതാണ് എനിക്കിപ്പോൾ ഇത് തോന്നുന്നത്. ഈ ഒരു മാച്ച് നമ്മൾ തോൽക്കുകയാണെങ്കിൽ ഐ തിങ്ക് അത് മെൻ്റലി നമ്മളെ അഫക്റ്റ് ചെയ്യും. നോക്കൗട്ട് ആവുക, ഡെഫിസിറ്റ് മറികടക്കുക എന്നല്ല, ബട്ട് ഈവൻ ഈ മാച്ച് നമ്മളെ ഹോമിൽ നിന്ന് അവർ തോൽപ്പിക്കുന്ന ഒരു സിനാരിയാണ് ഇറ്റ്സ് ഗോയിങ് ടു ബി ബാഡ് ഫോർ us. ആൻഡ് ലീഗിൽ നമുക്കിപ്പോൾ 4 പോയിൻറ്റ് ലീഡുണ്ട്. സോ ആ ഒരു മൊമെൻറ്റും കൂടെ ക്യാപിറ്റലൈസ് ചെയ്യുക. ആ ഒരു ലീഗിൽ നമുക്ക് 4 പോയിൻറ്റ് ലീഡായി, ഓക്കെ നമുക്ക് ലീഗിലും കോപ്പ ഡെൽ റേയും ചാമ്പ്യൻസ് ലീഗും അടിക്കണം എന്നുള്ളൊരു വാശി പ്ലേയേഴ്സിൻ്റെ തലയിലോട്ട് കയറണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്ലിക്ക്, എന്തെങ്കിലും മാജിക്ക് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ടാക്ടിക്കലി മറ്റേ സംഭവം ഒന്നും ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഈ മാച്ച് വി ആർ ഗോയിങ് ഓൾ ഔട്ട് ഫോർ ഇറ്റ്. കുറച്ച് ലക്ക് ഡിഫെൻസീവ്ലി നമ്മളോടൊപ്പം കിട്ടണം, അവർക്ക് കുറച്ച് സിറ്റർ മിസ് ചെയ്യണം. ആൻഡ് ഒഫെൻസീവ്ലി കിട്ടുന്ന ചാൻസുകളെല്ലാം കൺവേർട്ട് ചെയ്യണം. അവിടെയാണ് ഈ മാച്ച് നമ്മുടെ ഇരിക്കുക. ഐ തിങ്ക് ഫെർമിൻ ലോപ്പസ് ഷുഡ് ഹാവ് എ ബാങ്ങർ ഓഫ് എ ഗെയിം. ലാസ്റ്റ് ഗെയിമിലെ പോലെ അഗ്രസീവ്ലി പ്രസ് ചെയ്യണം. മേ ബി ഫെർമിൻ്റെ ഒരു ബാങ്ങർ ഗോൾ നമുക്ക് ഈ മാച്ച് കിട്ടിയേ പറ്റൂ. അതാണ് എനിക്കിപ്പം തോന്നുന്നൊരു സിനാരി. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ തോന്നുന്നുള്ളൊരു ഒപ്പീനിയൻ പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.